നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാം വർത്തിങ്ടൺ നമ്മുടെ അവതാറിലുള്ള നായകൻ അഭിനയിച്ച ഒരു കിടിലൻ ത്രില്ലർ സിനിമയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. അതിനു മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് നമ്മുടെ ചാനലിലെ ഉദ്ദേശം എന്ന് വെച്ചാൽ ചില സിനിമ സജഷനുകളാണ്, സ്റ്റോറി ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സിനിമ സജഷനുകളാണ്. അപ്പോൾ ഇതൊരു റിവ്യൂ ചാനലോ അല്ലെങ്കിൽ മൂവിയിലെ എന്താ പറയുക റിവ്യൂ പറഞ്ഞിട്ട് ഇതിൻ്റെ തെറ്റും തിരുത്തും അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്തു അവരങ്ങനെ ചെയ്ത് നന്നായിട്ടുണ്ട് മികവ് പറയുന്ന രീതിയിലുള്ള ഒരു ചാനലൊന്നുമല്ല. പിന്നെ ഇതൊരു സജഷനാണ്. ഞാൻ കണ്ട ഒരു സിനിമ വിത്ത് സ്റ്റോറി, അതായത് കഥ മുഴുവനായിട്ടല്ല പറയുന്നത്, അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെ വരുന്നു, ട്വിസ്റ്റ് പൊളിക്കുന്ന രീതിയിലുള്ള ഒരു കഥയൊന്നുമല്ല പറയുന്നത്. സിനിമ കണ്ടിട്ട് സിനിമയുടെ കഥ അറിഞ്ഞിട്ട് സിനിമ കാണുന്നവരുണ്ട്, സിനിമയുടെ കഥ ഒന്നും അറിയാതെ തന്നെ പോയി ഒരു സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ ആ ഫസ്റ്റ് കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. എനിക്ക് സിനിമയുടെ ഒരു ചെറിയൊരു പ്ലെയിൻ കഥയോ എന്താണ് സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് സിനിമ കാണുന്നൊരു വ്യക്തിയാണ്. എന്നെപ്പോലുള്ള വളരെ കുറച്ച് നമ്മളൊരു കൂട്ടമുണ്ട്, അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ ഈ ഒരു മൂവി സജഷൻ ചാനൽ എന്ന് പറയുന്നത്. അല്ലാതെ ഇതൊരു എന്താ പറയുക സിനിമയെ മൊത്തമായിട്ടും കഥ പറഞ്ഞിട്ട് കുളമാക്കിയിട്ട് അല്ലെങ്കിൽ ഞാനൊരുത്തൻ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞതുകൊണ്ട് ആയിരിക്കില്ല ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അത് സിനിമ കണ്ട് ഒരു കാഴ്ചക്കാരൻ്റെ അയാളുടെ തലയിലാണ് അതെങ്ങനെ ആസ്വദിക്കണം എന്നുള്ളത്. അത് കണ്ടിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ ഒരു ബയോഗ്രാഫിക് സിനിമ എടുക്കുന്ന ഒരു കഥ മുഴുവനായിട്ട് നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിനെ കുറിച്ചൊരു സിനിമ വരുന്ന സമയത്ത് നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം. ഹിറ്റ്ലറുടെ കഥ എടുക്കുന്ന സമയത്ത് ഹിറ്റ്ലറിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം. അത് വീണ്ടും കാണാൻ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ സിനിമ കാണുന്നത്. അതേപോലെ തന്നെയാണ് എൻ്റെ ഒരു മെൻറ്റാലിറ്റി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ചാനൽ. അല്ലാതെ ഞാൻ ഈ സിനിമയുടെ ട്വിസ്റ്റ് മൊത്തമായിട്ട് ഞാൻ പലപ്പോഴും പൊളിക്കാറില്ല, പക്ഷേ എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് പോകാറുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു മൂവി സജഷൻ ചാനലാണ്. ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് സിനിമകൾ കഴിഞ്ഞ ദിവസം കണ്ടതാവാം, ഒരാഴ്ച മുന്നേ കണ്ടതാവാം, അങ്ങനെ കുറച്ച് സിനിമകളെ നിങ്ങൾക്ക് മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ സജസ്റ്റ് ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം. ദ മാൻ ഓൺ ലെഡ്ജ് എന്ന് പറഞ്ഞ ഒരു കിടിലൻ സിനിമ. ഇതിൻ്റെ ഒരു തീമിൽ ഒരു മലയാളത്തിലൊരു സിനിമയുണ്ട്, അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സിനിമയുടെ കഥ എങ്ങനെയാണ്? ജോ വാക്കർ എന്നൊരു വ്യക്തി ഒരു ഹോട്ടലിൽ റൂം എടുക്കാനായിട്ട് വരുന്നു. വളരെ പ്ലസൻ്റ് ആയിട്ടൊരു ഡേ ആണ്. അപ്പോൾ 21ാം നിലയിലുള്ള ഒരു റൂമിൽ അദ്ദേഹം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനുള്ളിലേക്ക് കയറുന്നു. ആദ്യമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ റൂമിൽ പൊടിയും അല്ലെങ്കിൽ തൻ്റെ ഫിംഗർ പ്രിൻറ്റുകളൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ജനലിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. 21ാം നിലയുടെ ഏറ്റവും മുകളിലാണ്. അപ്പോൾ ഒരു സൺഷെയ്ഡ് പോലെ ഒരു ലെഡ്ജ് പോലെയുള്ളൊരു ഭാഗമുണ്ട്, ഒരു വക്ക്. ആ വക്കിൽ അയാളിങ്ങനെ കയറി നിൽക്കുകയാണ്. താഴേക്ക് ചാടി കഴിഞ്ഞാൽ മരിക്കും, എല്ലാവർക്കും അറിയാം. താഴെ ഭയങ്കര വലിയൊരു സ്ട്രീറ്റാണ്, ഒരുപാട് കെട്ടിടങ്ങളൊക്കെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ 21ാം നിലയുടെ മുകളിൽ ഒരാൾ നിൽക്കുന്നത് താഴെയുള്ള ആളുകൾ കാണുന്നു. അപ്പോൾ സൂയിസൈഡ് ചെയ്യാനാണ് അദ്ദേഹം അതിൻ്റെ മേലെ നിൽക്കുന്നതെന്ന് എല്ലാവരും ഡൗട്ട് അടിക്കുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? അദ്ദേഹം അത് ചാടാൻ ആയിട്ട് ഒരുങ്ങുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം ആദ്യം പറയുന്നത് പോലീസുകാരും ആളുകളൊക്കെ കൂടിയ സമയത്ത് എനിക്ക് ലിഡിയ മെർസൽ എന്ന് പറഞ്ഞ ഒരു നെഗോഷിയേറ്ററെ കാണും. അതായത് ഈ പോലീസിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു നെഗോഷിയേറ്റർ എന്ന് പറയുന്നത് ഒരു ഇങ്ങനെയുള്ള സൂയിസൈഡ് അറ്റംപ്റ്റൊക്കെ ചെയ്യാൻ വരുന്ന ആളുകളെ സൈക്കോളജിക്കലി സംസാരിച്ച് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരാളാണ്. ഈ ലിഡിയ മെർസലിന് ഒരു പാസ്റ്റ് സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവളുടെ ഒരു കൈപ്പിഴ മൂലം മരിച്ചു പോയിട്ടുണ്ടോ, കൈപ്പിഴ മൂലമല്ല, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റിൽ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവൾ ഈ രംഗത്ത് വരുന്നു, 21ാം നിലയിലെത്തുന്നു, റൂമിലെത്തുന്നു. അവിടെയുള്ള നമ്മുടെ ജോയുടെ റൂം മൊത്തമായിട്ട് പരിശോധിക്കുന്നു, ഫിംഗർ പ്രിൻറ്റുകൾ തപ്പുന്നു. ഇദ്ദേഹം ശരിക്കും ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് പരക്കം പായുന്നു. ഈ സമയത്ത് ലിഡിയ ജോയിയോട് സംസാരിക്കുകയാണ്. എന്താണ് ജോയി, എന്താണ് തൻ്റെ ഉദ്ദേശം, എന്തിനാണ് താൻ ഇതിൻ്റെ മേലെ നിന്ന് ചാടാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സൗമ്യമായിട്ട് ചോദിക്കുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്തായിരുന്നു? ജോ വാൾട്ടർ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്താണ്, ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? ഇതാണ് സിനിമയുടെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ ഒന്ന് ഇലാബറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് സിനിമ പോയി കാണാം. അപ്പോൾ ഇദ്ദേഹം ശരിക്കും ജോ വാൾട്ടർ എന്നല്ലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഒരു ഡയമണ്ട് മോഷ്ടിച്ചു എന്ന് ആരോപിച്ചിട്ട് ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ജയിലിൽ ചാടിയിട്ട് വന്ന താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ സഹായിക്കാൻ ആരൊക്കെയുണ്ട് എന്നുള്ളതൊക്കെയാണ് പിന്നീട് സിനിമയിൽ പറയുന്നത്. ഒരു ഹേസ്റ്റ് ഫിലിം, പിന്നെ ഇങ്ങനത്തെ ഒരു സീറ്റഡ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു
ഇങ്ങനെയുള്ള ഒരു സൈക്കോളജിക്കൽ കോൺവെർസേഷൻ ലെവലിലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ദി മാൻ ഓൺ ലെഡ്ജ് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കാണാം. പിന്നെ ഇതൊരു മൂവി എക്സ്പ്ലനേഷൻ ചാനലല്ല, റിവ്യൂ ചാനലല്ല, ഒരു സജഷൻ ചാനലാണ്. സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന, എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുമെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു തീമിലുള്ള ഒരു ചാനലാണ്. താല്പര്യമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. നാളെ കാണാം. ബൈ.